ശിരൂരിലേക്ക് തിരികെ പോകുന്നു. അവിടെ രക്ഷാദൗത്യം, അവിടെ അർജുനുള്ള തെരച്ചിലെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമായി ട്രക്ക് ആണോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. ഒടുവിൽ ലഭിച്ച സിഗ്നൽ ഒരു സ്ട്രോങ് സിഗ്നലാണെന്ന് മാത്രം പറയുന്നു. അതൊരു ട്രക്കിന്റെ പ്രൊഫൈലിന് സമാനമാണെന്ന കാര്യം കൂടി അധികൃതർ പറയുന്നതല്ലാതെ അത് ട്രക്കാണോ അത് അർജുൻ്റെ വാഹനമാണോ എന്ന് ഉറപ്പിക്കുന്നില്ല. ഇന്നലെയും ഈ രീതിയിൽ 3 സിഗ്നലുകൾ നമുക്ക് കിട്ടി. പക്ഷേ അതിലൊന്നും തന്നെ ഇത് ഇന്ന വാഹനമാണ് എന്ന് പറയാൻ അധികൃതർക്ക് കഴിയുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ആ നദിയിലെ കുത്തൊഴുക്കാണ്. അവിടേക്ക് ഇറങ്ങിച്ചെന്ന് ആഴങ്ങളിലേക്ക് പോയി കൃത്യമായി അത് സ്ഥലം ഉറപ്പിക്കാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല, മുങ്ങൽ വിദഗ്ധർക്ക് സാധിക്കുന്നില്ല. അത്രമാത്രം ശക്തമായ നീരൊഴുക്കും കുത്തൊഴുക്കും അടിയൊഴുക്കും ഉണ്ട് നദിയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു വിവരം, സമാന്തരമായി തന്നെ കരയിൽ നടത്തുന്ന പരിശോധനയാണ്. അത് അർജുൻ അടക്കമുള്ള സംഘങ്ങൾ അവിടെ ചായ കുടിക്കാൻ ആ ചായക്കടയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ അപകടം നടന്നത്, ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നൊരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെയും തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ അവിടെയും മറ്റ് വിവരങ്ങളോ ഒന്നും ഈ കിട്ടിയിട്ടില്ല. പല ചായക്കടയിലെ ഉപകരണങ്ങളും അവിടുത്തെ പല ഡെസ്കുകളും ഒരു വാഴയും അതൊക്കെ കിട്ടിയെങ്കിലും മറ്റ് വിവരങ്ങളൊന്നും ഒരു സൂചനകൾ ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും പോയിട്ടില്ല. എസ് വിജയകുമാർ തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിജയകുമാർ, നമ്മുടെ മുന്നിൽ പ്രതീക്ഷകൾ ഇങ്ങനെ മിനിറ്റുകൾ മുന്നോട്ട് പോകുന്ന പ്രതീക്ഷകളുടെ ആഴം അതിങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളല്ലാതെ പുതിയ കാര്യങ്ങളൊന്നും പുറത്തു വരുന്നുമില്ല. ഈ സ്പോട്ടുകൾ ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നു. കൃത്യമായി ആ സ്പോട്ടുകളിൽ എന്താണെന്ന കാര്യം അധികൃതർക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇന്നിപ്പോൾ വൈകിട്ട് നടക്കുന്ന യോഗം അത് ഏറെ നിർണായകമാണ്. അതിൽ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിരിക്കും ആ യോഗം ചേരുന്നത്? ഇനിയുള്ള മണിക്കൂറുകളിൽ പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ യന്ത്ര സംവിധാനങ്ങൾ, ഇതിനപ്പുറത്ത് മറ്റ് സംവിധാനങ്ങൾ ഉണ്ടോ എന്ന കാര്യം പോലും നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ അത് സാധ്യമാണോ എന്നായിരിക്കില്ലേ യഥാർത്ഥ ചർച്ച ഇന്നത്തെ യോഗത്തിൽ? ഈ ദൗത്യസംഘം ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അത് ഈ ഉന്നതതല യോഗത്തിൽ ചർച്ചയാകും. എന്തൊക്കെ ഇനിയിപ്പോൾ ദൗത്യത്തിന് വേണ്ടി എത്തിക്കാൻ കഴിയും, ദൗത്യം എത്രത്തോളം മുന്നോട്ട് പോകും, എത്ര ദിവസം ഇനി അതിന് വേണ്ടി വരും എന്നതിലൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത്. അപ്പോൾ ഈ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്നുള്ളതാണ് കേരളത്തിൻ്റെ നിലപാട്. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതേ നിലയിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. ഇപ്പോൾ ഈ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പറയുന്നത് ഇപ്പോൾ കണ്ടെത്തിയ സിഗ്നൽ ട്രക്കിൻ്റേത് തന്നെ ആകാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നാണ്. പക്ഷേ അപ്പോൾ ഇന്നലെ കണ്ടെത്തിയ 3ാമത്തെ സ്പോട്ടിലുണ്ടായിരുന്ന ആ സിഗ്നൽ എന്തിൻ്റേതാണ്? അതും കുറച്ച് ട്രക്ക് പോലെ തന്നെ വലിയൊരു സിഗ്നലായിരുന്നു. അപ്പോൾ അതെന്ത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മുന്നിൽ മിസ്സിംഗ് ആയിരിക്കുന്ന വാഹനങ്ങളടക്കം പ്രധാനപ്പെട്ട സംഗതികളുടെയൊക്കെ ലിസ്റ്റുണ്ട്. അപ്പോൾ അതിൽ പെടാത്ത ഏതെങ്കിലും സാധനം കൂടി ഇതിൽ ഒഴുകി വന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ് ഇത്തരം സിഗ്നലുകൾ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈ മേഖലയിലെ പാറകളിൽ ധാതു നിക്ഷേപം വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് ഒരുപക്ഷെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇൻഫർമേഷൻ ഈ റഡാർ പരിശോധനയിലും സിഗ്നൽ പരിശോധനയിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കേട്ടിരുന്നു, അത് അറിഞ്ഞിരുന്നു. കരയിൽ അത്തരം ചില സിഗ്നലുകൾ ലഭിച്ച ഘട്ടത്തിൽ അത് പിന്നീട് പരിശോധിച്ചപ്പോൾ ഈ പാറക്കൂമ്പാരങ്ങളായിരുന്നു എന്നത് വ്യക്തമാവുകയും ചെയ്തു. ഇവിടെ അപ്പോൾ അതിന് സമാനമായി ഏതെങ്കിലും തരത്തിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റെന്തെങ്കിലും വസ്തുവാണ് ഈ സിഗ്നൽ 3ലോ 4ലോ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും അതിൽ തുടർ പരിശോധന വേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഈ ഐബോർഡ് പരിശോധന ആ മേഖലയിൽ തുടരുന്നുണ്ടാകും. അക്കാര്യത്തിൽ ചില സെക്കൻഡ് ഒപ്പീനിയൻ രൂപീകരിക്കുന്നതിന് വേണ്ടി അത്തരം പരിശോധനകൾ അവിടെ തുടരുന്നുണ്ടാകും. ഇപ്പോൾ ഐബോർഡ് രാവിലെ പരിശോധനയ്ക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ ഈ സജീവ മനുഷ്യ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്നറിയാൻ വീണ്ടും ശ്രമിക്കുന്നു എന്നാണ് ആ ഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞത്. അത്തരം പരിശോധനയ്ക്കിടയിലായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ 4ാമതൊരു മേഖലയിൽ നിന്നുകൂടി പുതിയൊരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്, നല്ല ബലമുള്ള സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും അനാലിസിസ് നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ 3-ൽ എന്ത് 4-ൽ എന്നത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരുന്നു. അപ്പോൾ ഇതിലേതിലെങ്കിലും ഒരിടത്ത് ഈ മനുഷ്യ സാന്നിധ്യത്തിൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെ എന്തെങ്കിലും സൂചനകളുണ്ടോ എന്നറിയണം. അപ്പോൾ ഈ ഗംഗാവാലി പുഴയിലെ ഡ്രോൺ പരിശോധന മാത്രമാണ് ഇന്ന് പ്രധാനമായും നടക്കുന്നത്. കരയിൽ ഈ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്, അത് ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. അതിൽ എന്തെങ്കിലും മണ്ണ് നീങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും അവിടെ വിവരങ്ങൾ ഇതുവരെ നിർണായകമായത് കിട്ടിയതായി ഒരു സൂചനകളുമില്ല. എന്തായാലും ഒരുപക്ഷെ കൂടുതൽ മണ്ണ് അവിടെ നിന്ന് നീക്കുന്നത് വരും ദിവസങ്ങളിലെ ദൗത്യത്തെ സഹായിച്ചേക്കും. ആ ഭാഗം കുറെ കൂടി ക്ലിയർ ആകാനും വലിയ യന്ത്രസാമഗ്രികൾക്ക് ഇറങ്ങണമെങ്കിൽ അതിന് അവിടെ കൊണ്ടുവരാനും ഒക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമായി ആ പ്രദേശം ഉപയോഗിക്കുന്നതിലും തടസ്സമുണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ പ്രതിസന്ധി ഇത് തന്നെയാണ്. പുഴയിലെ നീരൊഴുക്ക്, ശക്തമായ അടിയൊഴുക്ക് അത് കുറയുന്നില്ല. കാലാവസ്ഥ അത്ര അനുകൂലമല്ല. പുഴയിലെ ഭൗതിക സാഹചര്യം ഒട്ടും അനുകൂലമല്ല. ഒപ്പം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല സിഗ്നലുകൾ, ഒരേ സ്വഭാവത്തിലുള്ള സിഗ്നലുകൾ നദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നു. അതിലേതാണ് ട്രക്ക് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നില്ല.
അപ്പോൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ നമ്മൾ ഇറങ്ങി പരിശോധിക്കേണ്ടി വരുന്നു. അത് നടക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ആശയക്കുഴപ്പവും അനിശ്ചിതാവസ്ഥയും ഈ പരിശോധനയുടെ 11ാം ദിവസം കുറെ കൂടി കനക്കുന്നു. അതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. വിജയകുമാർ, മറ്റൊന്ന് തന്നെ എനിക്കുള്ള സംശയം ഇതാണ്. അതായത് ഇത്തരം വലിയൊരു ദുരന്തം, വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ, ഇത്തരം വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനോടകം തന്നെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതിൻ്റെ കൃത്യമായൊരു ധാരണ അത് പഠിച്ച് റിസർച്ച് ചെയ്ത് ഇതിനോടകം മനസ്സിലാക്കി അത് മാധ്യമങ്ങളിലൂടെ തന്നെ അറിയേണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ കാണുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ഇന്ദ്രബാലൻ സാർ പറഞ്ഞത് ചില അസംഷൻസ് ഉണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഇത്രമാത്രം ദൂരേക്ക്, കരയിൽ നിന്നും ഏതാണ്ട് 50-60 മീറ്റർ ദൂരേക്ക് എങ്ങനെയാണ് ഈ വാഹനം എത്തിയത്, ഒരു സബ്മറൈനായി അത് ഒഴുകിപ്പോകാനുള്ള കാരണം എന്താണ്? അപ്പോൾ അതിന് കൃത്യമായി ഒരു അസംഷൻ അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ആ വാഹനത്തിൽ ആ സമയത്ത് തടികൾ കെട്ടിയ നിലയിൽ തന്നെ ആയിരിക്കാം. അങ്ങനെ ഒഴുകി കുറേ നേരം പോയ ശേഷം പിന്നീടാണ് കെട്ടുപൊട്ടി ഈ തടികളെല്ലാം നദിയിലേക്ക് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് അതാണ് ആ നദിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ആ തടികൾ പിന്നീട് മറ്റൊരിടത്തു നിന്ന് കിട്ടിയത്. അപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്നലത്തെ സ്പോട്ടിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത സ്പോട്ടും എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ 50 മീറ്റർ 60 മീറ്ററേക്ക് ഒഴുകി വന്ന് അവിടെ മണ്ണിനകത്തേക്ക് താഴേക്ക് അത് കൂപ്പുകുത്തി ഉറച്ച നിലയിലാണ് എന്ന് പറയുന്നു. പക്ഷേ ഇന്നിപ്പോൾ മറ്റൊരിടത്ത് മറ്റൊരു സിഗ്നൽ ലഭിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും പുതിയ സിഗ്നൽ ലഭിക്കുന്നു. അങ്ങനെ കൃത്യമായ ഒരു ധാരണയിലേക്ക് എന്തുകൊണ്ടാണ് ഈ 11ാം ദിവസവും എന്ത് അപകടം നടന്നു, ആ അപകടം എന്താണ് സംഭവിച്ചത്, മണ്ണെങ്ങനെ ഇടിഞ്ഞു, മണ്ണ് എങ്ങോട്ട് പോയി, എത്ര നീങ്ങി എന്നൊന്നും പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ആ ടെറൈൻ്റെ പ്രത്യേകത കൊണ്ടാണോ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ ടെറൈൻ്റെ പ്രത്യേകത തന്നെയാണ്. അവിടെ നമുക്ക് പരിമിതികൾ ഏറെയാണ്, പരിമിതികളാണ് കൂടുതലുള്ളത്. അവിടെ ഈ പരിശോധനയ്ക്ക് പരിമിതികളുണ്ട്. വീണ്ടും മലയിടിച്ചിലുണ്ടാകുമെന്ന ആശങ്ക തുടക്കത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അത്രയ്ക്ക് അതില്ലെങ്കിൽ പോലും അങ്ങനെ പൂർണ്ണമായും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് അവിടെ ഒരു തെരച്ചിൽ നടത്തുന്നതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താനും കഴിയില്ല. മറ്റൊന്ന് അവിടെ ആ പുഴയിലെ കുത്തൊഴുക്ക് തന്നെയാണ്. ആ പുഴയിലെ പരിശോധന അസാധ്യമാക്കുന്നത് അത് തന്നെയാണ്. പിന്നീടുള്ളത് നമുക്കറിയാം, ഇക്കാര്യത്തിൽ നമ്മൾ എന്താണ് ഈ ISROയുടെ സഹായം തേടിയിരുന്നു. ISRO ഏതാണ്ട് ഒരു 2 മണിക്കൂർ മുമ്പ് അതിലെ കടന്നുപോയ ഒരു ഉപഗ്രഹം എടുത്തു നൽകിയ ചിത്രം മാത്രമാണ് ISROയുടെ പക്കലുള്ളത്. അതിൽ മേഘം നിറഞ്ഞ സ്ഥലമായിരുന്നു, അവിടെ ഒന്നും വിസിബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് അതിൽ എന്തെങ്കിലും ഒരു സൂചനകൾ ഉണ്ടായിരുന്നില്ല. പിന്നീടുള്ളത് ഈ നമ്മൾ 2018 കേരളത്തിലൊക്കെ ഉണ്ടായ പ്രളയം സമാന സാഹചര്യത്തിലേക്ക് നമ്മളെ നയിച്ച അതിതീവ്ര മഴ, പേമാരി എന്ന് പറയാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ മേഖലയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും എന്ന് കൃത്യമായി പറയാം. കാരണം ഈ മണ്ണിടിച്ചിലുണ്ടായി 11 ദിവസമാകുന്നു. അപ്പോൾ അതിന് 2-3 ദിവസം തൊട്ട് മുമ്പ് തുടങ്ങിയതാണ് അവിടെ മഴ. ഒരു കുറവുമില്ല. ഈ ദിവസവും ഇന്നിപ്പോൾ ഞായറാഴ്ച വരെ അവിടെ ഓറഞ്ച് അലർട്ടാണ്. അപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിൽ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഈ മേഖലയിലുണ്ട്. അപ്പോൾ കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ല, തുടർച്ചയായി മഴ പെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായ നിഗമനത്തിലെത്താൻ ഉള്ള ശാസ്ത്രീയ പരിശോധനകൾ അത് നടത്തുന്നതിന് പ്രായോഗിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന ജോഗ്രഫി ആ മേഖലയിലുണ്ട്. അതും നമ്മളെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ദൗത്യത്തെ ബാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഉത്തര ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാലാവസ്ഥ അനുകൂലമാകുന്നവരെ കാത്തിരിക്കണം, അതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് പറയുന്നു. സൈന്യത്തിന് ഈ സമയത്തൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ സാധിക്കില്ല എന്ന് ആ സൈന്യത്തിൻ്റെ വക്താക്കളും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇനി നടക്കാൻ പോകുന്നത്, അത് ഈ ഇന്നത്തെ വൈകുന്നേരത്തെ യോഗത്തിൽ കൃത്യമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.